നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഡബിൾ ചെയിൻ സ്റ്റിച്ച് ആണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡിൽ നമുക്ക് ഈ ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് മെത്തേഡും ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മൾ ഈ വരച്ച ലൈനിൽ ആദ്യം ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. ത്രെഡ് മുകളിലെടുത്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നീഡിൽ തിരിച്ച് ചെയിൻ കണ്ടിന്യൂ ചെയ്യുക. കഴിഞ്ഞ 4 ക്ലാസ്സുകൾ നന്നായിട്ട് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതലുള്ള സ്റ്റിച്ചുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ചെയിൻ ഒരുപാട് ലോങ്ങും ആവല്, അതുപോലെ ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ച് പോലെ ഒരുപാട് ചെറുതും ആവല്. ഒരു മീഡിയം സൈസിലുള്ള ചെയിൻ ആയിരിക്കണം ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഈ സ്റ്റിച്ച് എന്താണെന്നുള്ളത് ഈ സ്റ്റിച്ചിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. ഡബിൾ ലെയർ ചെയിൻ സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെയറിൽ ചെയിൻ സ്റ്റിച്ച് വരിക. ഈ ചെയിൻ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിൽ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യണം. കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു ചെയിൻ കൂടി സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ, സെയിം ഇതേപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ലെയർ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് ലോക്ക് സ്റ്റിച്ച് ഇട്ടില്ലേ, അവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്ത് വരാൻ. നമ്മൾ സാധാരണ അടുത്തടുത്ത് സ്റ്റിച്ചുകൾ ചെയ്യുമ്പം ജസ്റ്റ് ആ ത്രെഡ് വീണ്ടും കട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് നേരെ കൊണ്ടുപോയി അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇവിടെ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യാതെ, കാരണം നീളത്തിലൊരു ലൈനല്ലേ വരുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം വരുമല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് വീണ്ടും നമുക്ക് ഇതുപോലെ ത്രെഡ് കട്ട് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് സ്റ്റിച്ച് ഇട്ട് ഇതേപോലെ തന്നെ ചെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരണം. ആദ്യത്തെ ചെയിനിൽ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ രണ്ടാമത്തെ ചെയിൻ്റെയും ലോക്ക് സ്റ്റിച്ച് ഇടണം. അതിനുശേഷം പഴയ പോലെ തന്നെ ചെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരാം. ആദ്യത്തെ ചെയിൻ നമ്മൾ നീഡിൽ കുത്തിയതിൻ്റെ സെയിം അടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ചെയിനിൽ നീഡിൽ കുത്തി ഇറക്കേണ്ടത്. കാരണം ആദ്യത്തെ ചെയിനും രണ്ടാമത്തെ ചെയിനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കണം. അവിടെ സൈസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടായിരിക്കത്തില്ല. ഈ സ്റ്റിച്ച് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം രണ്ടും വ്യത്യസ്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. ലാസ്റ്റ് നമ്മൾ ആദ്യത്തെ ചെയിൻ ചെയ്ത പോലെ തന്നെ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഈ സ്റ്റിച്ച് കണ്ടാൽ അറിയാമല്ലോ, രണ്ടും ഒരേപോലെ തന്നെയാണ്. വ്യത്യസ്തമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതെന്ന് പറയുകയില്ല. കുറച്ച് ബ്രോഡായിട്ട് ചെയിൻ സ്റ്റിച്ച് ഉള്ള പോലെ തന്നെ രണ്ടിൻ്റെ നീഡിൽ ഇറക്കിയിരിക്കുന്ന സ്ഥലവും എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ കാണാനും നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഫുള്ള് ചെയിൻ്റെ ആ ഒരു ഭംഗിയേ ഇല്ലാതാവും. ഗ്യാപ്പ് വരാതെ അടുത്തടുത്ത് തന്നെ വേണം ഈ 2 ലെയർ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡും കാണിക്കാം. സെക്കൻഡ് മെത്തേഡ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പഴയ പോലെ തന്നെയാണ്. ആദ്യം നീഡിൽ ഇറക്കുക, ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെയിൻ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരിക. അരി എംബ്രോയ്ഡറിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ലോക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, എൻഡ് നോട്ട്. ചെയിൻ സ്റ്റിച്ചിൽ ലോങ് ചെയിൻ സ്റ്റിച്ചും ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ചും. ഇത് ഇത്രയും നമ്മൾ തറവാക്കി കഴിഞ്ഞാൽ പിന്നെ അരി എംബ്രോയ്ഡറിയിൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി എല്ലാ സ്റ്റിച്ചുകളും ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം എടുത്തിട്ടാണേലും ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ചെയിനിൻ്റെ ലാസ്റ്റ് എത്തി. നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ ഇവിടെ എൻഡ് നോട്ട് കൊടുക്കത്തില്ല. കാരണം ഫസ്റ്റ് മെത്തേഡിൽ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. ഇവിടെ ഡയറക്റ്റ് തിരിച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിരുന്നത് എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ചെയിൻ്റെ ലെഫ്റ്റോ റൈറ്റോ എവിടെ വേണേലും തിരിച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഏത് സൈഡിലാണോ നമ്മൾ തിരിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകുന്നത് ആ സൈഡിലായിട്ട് ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഞാനിവിടെ ഈ സൈഡിലായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ്.
ഇനി പഴയ പോലെ തന്നെ ചെയിൻ കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് മെത്തേഡിലും നമുക്ക് ലോങ് ചെയിനോ അല്ലെങ്കിൽ ക്രീപ്പിംഗ് ചെയിനോ അല്ല കൊടുക്കേണ്ടത്, നോർമൽ സൈസിലുള്ള ചെയിൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഈ സ്റ്റിച്ച് നമുക്ക് ഔട്ട്ലൈനായിട്ട് മാത്രമല്ല കേട്ടോ കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് നെക്കിൻ്റെ ബോർഡറായിട്ടും ഈ ഒരു സ്റ്റിച്ചിനെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നെക്കിൻ്റെ ബോർഡറായിട്ട് ഇതുപോലെ ഒരു ഡബിൾ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്ക് തയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും തയ്ക്കാൻ. രണ്ടാമത്തെ ലെയറിൻ്റെ എൻഡ് നോട്ട് ഇടേണ്ടത് ആദ്യത്തെ ലെയറിൻ്റെ ലോക്ക് സ്റ്റിച്ച് ഇല്ലേ, അപ്പോൾ അതിനടുത്തായിട്ടാണ് എൻഡ് നോട്ട് ഇടേണ്ടത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ഡബിൾ ലെയർ ആണ് രണ്ടും ചെയിൻ സ്റ്റിച്ച് ചെയ്തതെങ്കിലും രണ്ടിൻ്റെയും ഫിനിഷിങ്ങിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ട് മെത്തേഡും നമ്മൾ അരി വർക്കിൽ യൂസ് ചെയ്യാറുണ്ട്. അത് ഡിസൈനിനനുസരിച്ചാണ് നമുക്ക് ഏത് മെത്തേഡാണ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത്. ഒരു നെക്കിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാനൊക്കെ നമുക്ക് ഈ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്താലും മതി. പക്ഷേ നമ്മളൊരു പിക്ചർ ചെയ്യുകയാണ്, ഒരു റോസ് ഫ്ലവർ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ അങ്ങനെ എന്തെങ്കിലും പിക്ചർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ബ്ലൗസിൽ ചെയ്തിരിക്കുന്ന കാണിക്കാം. ഈ ബ്ലൗസിൻ്റെ സ്ലീവ്സിൻ്റെ ബോർഡർ കണ്ടോ, സ്ലീവ്സിൻ്റെ ബോർഡറിൽ ഞാൻ ഡബിൾ ലെയറിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ബ്ലൗസിൻ്റെ നെക്കിലും ഡബിൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ബോർഡർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് ആ സൂചി ആ സ്റ്റോണിലൊന്നും കൊള്ളാതെ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് പറയാം. ഈ ഹോംവർക്കുകളും 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബോക്സ് വരച്ച് അതിനുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ആൽബം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇന്നത്തെ ഹോംവർക്ക് ഒരു റെയിൻബോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. ഞാൻ വെറുതെ ഫ്രീ ഹാൻഡിൽ വരച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ നന്നായിട്ട് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ, അതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ലൈൻ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ലൈൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് റെയിൻബോ പിക്ചർ ചെയ്യേണ്ടത്. ഇനി ഈ ഫസ്റ്റ് ക്ലൗഡിൻ്റെ ഔട്ട്ലൈൻ ഇല്ലേ, അവിടെ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് കൊടുക്കാം. ഈ സെക്കൻഡ് ക്ലൗഡിൻ്റെ ഔട്ട്ലൈനിന് സെക്കൻഡ് മെത്തേഡും കൊടുക്കാം. ഇനി ഈ മുകളിലുള്ള ആർക്ക് നമുക്ക് ഓരോ ആർക്കും ഓരോ മെത്തേഡ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ്, പിന്നെ അടുത്തത് സെക്കൻഡ് മെത്തേഡ്, ഇനി അടുത്തത് ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ രണ്ട് മെത്തേഡിൻ്റെയും പ്രാക്ടീസ് ആവും. റെയിൻബോയുടെ പിക്ചറാണെന്ന് വെച്ച് റെയിൻബോ കളേഴ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് കളേഴ്സൊക്കെയാണോ ത്രെഡ് ഉള്ളത് ആ കളർ യൂസ് ചെയ്താൽ മതി. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. പ്രാക്ടീസ് ചെയ്യൂ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്